നമസ്കാരം. അപ്പോൾ ഇന്ന് കോഴിയുടെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ വരികയാണല്ലോ. ഒരു മാസത്തോളം ഇത് കേടുകൂടാതെ തന്നെ ഇരിക്കും. പിന്നെ ഗൾഫിലും പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു വിടാനൊക്കെ അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. ബോൺലെസ് ചിക്കനാണ് കേട്ടോ ഇത് എടുത്തിരിക്കുന്നത്. 1 കിലോ എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടൊന്ന് വേവിച്ചിട്ട് നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് പിച്ചി എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു അല്പം ഓയിൽ ഒഴിച്ചെടുക്കാം. ഒരു വലിയ സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക് ഒരു 3-4 എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഗോൾഡൻ നിറമാവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ സവാള. എന്നാലും അണ്ടക്കേട് കൂടാതിരിക്കുള്ളൂ. പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 1/2-3/4 ടീസ്പൂണോളം മുളക് പൊടി, കുറച്ച് മാത്രം മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറി മസാല എല്ലാം കൂടി എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആക്കിയാൽ മാത്രമാണ് നമുക്കിത് കുറേ കാലം കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ കറുമുറന്ന് ആയിട്ട് ഇരിക്കണം കേട്ടോ നമ്മുടെ ഈ ചിക്കൻ. ആ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മാവ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് മിക്സറിൽ ഒന്ന് കുഴച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് അല്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചെടുത്ത് ഒന്ന് നനയ്ക്കരുത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതൊന്ന് മിക്സറിൽ വെച്ചിട്ട് ഒന്ന് പാകാക്കി എടുക്കട്ടെ. അപ്പോൾ 2-3 കറക്ക് ഇറക്കിയപ്പോഴത്തേന് നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വയ്ക്കാം. ഒരു 5 സെക്കൻഡ് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ ഇല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ഷീറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തേച്ച് കുഴച്ചെടുത്തിട്ട് കുറച്ച് 3-4 വലിയ ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് പൊടി തൂകിയിട്ട് നമുക്കിതൊന്ന് നൈസാക്കിയിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നൈസായിട്ട് നമ്മൾ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഒരു കട്ടർ വെച്ചിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയ മൂടൽ പാത്രം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് റൗണ്ട് പാത്രം അത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരേ റൗണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങെടുക്കാം. കണ്ടില്ലേ, ഇത്രയും വട്ടം മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് ചുറ്റും ഒന്ന് കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നാലാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ചിട്ട് ഒന്ന് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെള്ളം തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ 2 ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മെനഞ്ഞെടുക്കണം. മെനഞ്ഞെടുക്കാൻ ഞാൻ അത്രയ്ക്ക് അല്ലെങ്കിലും എൻ്റെ രീതിയിൽ ഞാൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ മെനഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത് പൊട്ടിയൊന്നും പോകത്തില്ല കേട്ടോ. നമ്മളിതുപോലെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ മടഞ്ഞ് കൊടുത്താൽ മതി. കണ്ടില്ലേ, അറ്റം വരുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ മൊത്തത്തിൽ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4 കപ്പിന് ഒരു 100-120 കോഴിയുടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ചെടുക്കാം. ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ച് കൊടുത്ത് ഒന്ന് സ്നാക്ക് ഇട്ട് കഴിയുമ്പോൾ
തീ ഒന്ന് ചുരുക്കിയിട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ അതാ സ്നാക്കിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി മൊരിയണം കേട്ടോ നമ്മുടെ ഈ കോഴിയുടെക്ക്. എന്നാലാണ് 1 മാസം 1.5 മാസത്തോളം കേടുകൂടാതെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതാ ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ കോഴിയുടെ ഇപ്പോൾ കണ്ടില്ലേ നല്ല പോലെ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതാ കോരിയെടുക്കാം, എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കോഴിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേന് ഒത്തിരി പൈസ എടുക്കണം. അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുവാണെങ്കിൽ കുറേ നാൾ ഇരിക്കുകയും ചെയ്യും, കുറേ ഉണ്ടാക്കാനും പറ്റും. ഇതാ കണ്ടില്ല, നല്ല കറുമുറുന്നായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ കോഴിയുടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ നോമ്പിന് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ചാൽ അടിപൊളിയാണ്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.